പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മുനിസിപ്പാലിറ്റി പറഞ്ഞ പ്രോജക്റ്റുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. മുനിസിപ്പാലിറ്റി എന്ത് പ്രോജക്റ്റാണ് നിർദ്ദേശിച്ച? വലിയ സ്ഥലമെടുത്ത് അവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പണിയുക. സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് 2000 മുതൽ കായംകുളം നഗരസഭയുടെ ബഡ്ജറ്റിൽ സ്ഥാനം പിടിച്ചതാണ്. അതിന് ചരിത്രമുണ്ട്. 1980 ലിങ്ക് റോഡിനുള്ള തീരുമാനം നഗരസഭാ കൗൺസിൽ എടുക്കുന്നത്. 1980 അത് കമ്മീഷൻ ചെയ്ത് 1995 15 വർഷത്തെ നഗരസഭാ കൗൺസിലിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് കായംകുളം ടൗണിൽ പുതുതായി ഒരു റോഡുണ്ടാകുന്നത്. അതാണ് ലിങ്ക് റോഡ്. ഏവൂർ മുട്ടം റോഡ്. നിലവിലുള്ള സ്ലോട്ടറിൻ്റെ അവിടുത്തെ അങ്ങോട്ട് യാത്രയില്ലായിരുന്നു. അവിടെ പാലം വന്നതുൾപ്പെടെ ഇപ്പോൾ KP റോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്ക് റോഡ് വന്നത് 1980 കൗൺസിൽ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് വന്ന നഗരസഭാ കൗൺസിലുകളുടെ പരിശ്രമ ഫലമായിട്ടാണ് 95 അതിൻ്റെ ഉദ്ഘാടനം നടന്നത്. 95 ഉദ്ഘാടനം ചെയ്ത ആ റോഡ് 2000 അത് പ്രവർത്തന സജ്ജമായത്. അവിടെ 2-3 കടക്കാരെല്ലാം ഇതിൻ്റെ സെൻട്രലുണ്ടായിരുന്നു. ഞങ്ങൾ 2000 അത് അടിച്ചു മാറ്റി. അതെല്ലാം ഒരു രാത്രി കൊണ്ടാണ് അതെല്ലാം അടിച്ചു മാറ്റി. സാമൂഹ്യ വിരുദ്ധന്മാരുടെ കേന്ദ്രമായിരുന്നു. ആ റോഡ് വൃത്തിയാക്കി റോഡ് പ്രവർത്തന സജ്ജമാക്കിയത്. അങ്ങനെയാണ് SPMSൻ്റെ സ്ഥലത്തിന് വഴി സൗകര്യം വന്നത്. അതുവരെ SPMSൻ്റെ സ്ഥലത്തിന് വഴി സൗകര്യം ഇല്ലായിരുന്നു. ഏവൂർ മുട്ടം റോഡിന് കായംകുളം നഗരസഭ കോടികൾ മുടക്കി പൊന്നുമലയ്ക്ക് സ്ഥലം ഏറ്റെടുത്ത ഒറ്റ കാരണത്താലാണ് സെൻറ്റിന് 10 രൂപയ്ക്ക് സീനാണു മുതലാളി, SPMSൻ്റെ അച്ഛൻ സീനാണു മുതലാളി സെൻറ്റിന് 10 രൂപയ്ക്ക് വാങ്ങിച്ച സ്ഥലമാണ്. ഒരു സായിപ്പിൻ്റെ വക സ്ഥലമായിരുന്നു. ആ സ്ഥലം നെൽസൺ മുതലാളി, ഇന്നത്തെ തങ്കച്ചായൻ്റെ അപ്പൻ നെൽസൺ മുതലാളിയുടെ പാക്കുതറയായിരുന്നു. ആ സ്ഥലം SPMSൻ്റെ മുതലാളി സീനാണു സെൻറ്റിന് 10 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ആ വഴിയില്ലാത്ത സ്ഥലത്താണ് നഗരസഭ കോടികൾ മുടക്കി റോഡുണ്ടാക്കിയത്. റോഡുണ്ടാക്കിയപ്പോൾ ആ സ്ഥലം റോഡ് ആക്സസ്സായി ഏറ്റവും പ്രൈമായിട്ട് മാറി. നഗരസഭ 2000 തീരുമാനമെടുത്തു. കായംകുളം പട്ടണത്തിൽ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം SPMS സ്ഥലമാണെന്ന് തീരുമാനിച്ചു. അങ്ങനെ SPMSൻ്റെ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഒരു സമയത്ത് അത് വിട്ടുകൊടുക്കാനായിട്ടുള്ള ആ പദ്ധതി ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. വലിയ ബഹുജന രോഷമുണ്ടായി. വീണ്ടും സ്ഥലമെടുത്തു. 2018 LDFൻ്റെ നഗരഭരണമാണ് മാസ്റ്റർ പ്ലാനിൽ കായംകുളം നഗരസഭയുടെ 1/4 നൂറ്റാണ്ട് വരുന്ന മാസ്റ്റർ പ്ലാനിൽ നിർദ്ദേശിച്ച ആ പ്രോജക്റ്റ് അട്ടിമറിച്ചത്. 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലം കൊമേഴ്സ്യൽ സോണാക്കി കൊടുത്തു. ട്രാൻസ്പോർട്ട് സോണായിരുന്ന മാസ്റ്റർ പ്ലാനിൽ നിർദ്ദേശിച്ച സ്ഥലം കൊമേഴ്സ്യൽ സോണാക്കി കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ പട്ടണത്തിൽ CPM നടത്തിയത്. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് കായംകുളത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. കായംകുളത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. 102 വർഷത്തെ പഴക്കമുണ്ട് കായംകുളം നഗരസഭയ്ക്ക്. കേരളത്തിലെ ഏറ്റവും മുന്നിൽ വരേണ്ട ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിയാണ് കായംകുളം. ഇവിടുത്തെ വരുമാന സ്രോതസ്സ് കുറവായതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആയിട്ട് മാറാത്തത്. ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആകാത്തത് കൊണ്ട് പദ്ധതി പണത്തിൻ്റെ 1/3 തുകയാണ് ഇവിടെ കിട്ടുന്നത്. ഒരു ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റിക്ക് ഇപ്പോൾ കായംകുളം നഗരസഭയിൽ കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി പദ്ധതി പണം കിട്ടും. ഇപ്പോൾ 50 കോടിയാണ് കിട്ടുന്നതെങ്കിൽ 150 കോടി രൂപ കിട്ടും. അതുപോലെ സ്റ്റാഫ് പാറ്റേൺ മാറും, ശുചീകരണ തൊഴിലാളികളുടെ എണ്ണം മാറും. ഇതിനൊക്കെ വേണ്ടിയാണ് നഗരസഭയുടെ സ്വയാർജിത വരുമാനം, നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റ് എന്ന നിലയിൽ സെൻട്രൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ വന്നാൽ നഗരസഭയുടെ വലിയ ഷോപ്പിംഗ് മാൾ വരികയും അവിടെ നഗരസഭയ്ക്ക് ഏറ്റവും വലിയ ഒരു വരുമാന മാർഗമായിട്ടത് മാറിയാണ്. നഗരസഭ ഫസ്റ്റ് ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രഥമമായിട്ട് ആവശ്യമാണ്. കാരണം ഈ ശുചീകരണ തൊഴിലാളികളൊക്കെ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ല, 5000 പേര് ഉള്ള സമയത്ത് തുടങ്ങിയ മുനിസിപ്പാലിറ്റിയാണ്. ഇന്ന് 1,00,000-ലധികമായി. പട്ടണത്തിൽ ജനസംഖ്യമായി അന്നത്തെ വാഹനങ്ങളുടെ 10,000 ഇരട്ടി വാഹനമാണ് ഉള്ളത്.